അത്രമേൽ വേണ്ടപ്പെട്ട ഒരാൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടോ? സോ അങ്ങനെ ഒഴിവാക്കിയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള, അങ്ങനെ ഒഴിവാക്കി ആ ഒരു അവഗണന സഹിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കാര്യം ഞാൻ പറയാം. നമുക്ക് ഇഷ്ടപ്പെട്ടവർ, നമുക്ക് ഇഷ്ടപ്പെട്ടവർ നമ്മൾ ഒരുമിച്ച് നിന്ന ആൾക്കാരായിരിക്കാം. പക്ഷേ ഒരു പ്രത്യേക ഒരു നിമിഷത്തിൽ നമ്മളെക്കാളും ബെസ്റ്റായിട്ട് വേറൊരു പാർട്ട്ണറിനെയോ വേറൊരു ആളെയോ കണ്ടു കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പോകുന്നവരാണെങ്കിൽ ആ ഒരു പോകുന്ന ആളിനെ നമുക്ക് തിരിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ലൈഫിൽ ഒരിക്കലും നമ്മൾ 100% ഹാപ്പി ആവും എന്ന് നമുക്ക് പറയാനായിട്ട് ഒരു രീതിയിലും ഞാൻ ഉറപ്പ് പറയില്ല. കാരണം നമുക്ക് എവിടെയാണോ ഹാപ്പി, നമ്മളിപ്പോൾ ചിലർ നമ്മൾ സ്വന്തം മറ്റുള്ള ആൾക്കാരെ ആരെയാണ് സ്നേഹിക്കേണ്ടതെന്ന് സ്നേഹം തിരഞ്ഞു നടക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെ ഇങ്ങോട്ട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, സോ അങ്ങനെയുള്ള ആൾക്കാരെ മാത്രം നിങ്ങൾ തിരയാൻ ശ്രമിക്കുക. അതായത് ഇങ്ങോട്ട് ചിലരുടെ സ്നേഹം, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. പക്ഷേ അങ്ങനെ നമ്മൾ ആഗ്രഹിക്കാതിരിക്കുക. അതായത് ഇങ്ങോട്ട് വരുന്ന സ്നേഹം ഉണ്ടല്ലോ, സോ അങ്ങനെ വരുന്ന സ്നേഹം ഭയങ്കര പ്യുവർ ആയിരിക്കും, ഭയങ്കര പ്രഷ്യസ് ആയിരിക്കും. ഇനി നിങ്ങൾ പറയാറുണ്ട് നമുക്ക് എത്രത്തോളം റിജക്ഷൻ നേരിട്ട് കഴിഞ്ഞാലും വീണ്ടും വീണ്ടും ഞാൻ ചെന്നങ്ങോട്ട് കയറുമെന്ന്. സോ റിജക്ഷൻ നേരിടുന്ന സമയങ്ങളിൽ നിങ്ങൾ സൈലൻ്റ് ആയിട്ട് നിൽക്കുക. പിന്നെ അങ്ങനെയുള്ള പേഴ്സൺസ് ഉണ്ടെങ്കിൽ ആ പേഴ്സൺസിൽ നിന്ന് നിങ്ങൾ അകന്ന് നിൽക്കുക. എത്രത്തോളം റിജക്റ്റ് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾ ആ പേഴ്സണിൽ നിന്ന് അകരുന്നതോറും നിങ്ങളിൽ നിന്നുള്ള റിജക്ഷൻ സാധ്യത അവിടെ കുറയും. അതായത് ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ അല്ല. അതുകൊണ്ടാണ് പലപ്പോഴും മറ്റുള്ള ആൾക്കാരുടെ മുന്നിൽ വെച്ചോ അല്ലാതെയൊക്കെ നിങ്ങളെ കളിയാക്കാനായിട്ട് ശ്രമിക്കുന്നത്. സോ റിജക്ഷൻ നേരിടുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ മാക്സിമം സൈലൻ്റായിട്ട് നിന്നിട്ട് ആ നോ എക്സ്പ്രഷൻ, ഒരു എക്സ്പ്രഷനും കൊടുക്കാതെ നിങ്ങൾ ആ ഒരു സമയത്ത് അവിടെ നിന്ന് മാറുക. ഇനി മെസ്സേജ് ഇടുന്നൊരു പേഴ്സൺ 24 മണിക്കൂർ, ചില ലവേഴ്സിന് ഞാൻ കണ്ടിട്ടുണ്ട് ഭയങ്കര ടോക്സിക് റിലേഷൻഷിപ്പാണ്. ഫോൺ എടുക്കുന്നു, 24 മണിക്കൂർ നീ കഴിച്ചോ, അത് കഴിച്ചോ, ഇങ്ങനെ പിന്നെ അവസാനം അടിയാവുന്നു, നീ എവിടെയാണ്, ഫോട്ടോ കാണിക്കുക, അങ്ങനെ. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ആ പുള്ളിനെ ഇഷ്ടമാണ്, പക്ഷേ പുള്ളി പറയുന്ന കാര്യങ്ങൾ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ഒന്നാലോചിച്ചോ, ലൈഫ് ഫുള്ളായിട്ട് നിങ്ങൾക്ക് ആ ഒരു പേഴ്സൻ്റെ മുഖവും കണ്ട് നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് പറ്റത്തില്ല. എന്തായാലും ക്യാരക്ടർ തമ്മിൽ, നമ്മുടെ സോൾ തമ്മിൽ കണക്റ്റ് ആവും. അപ്പോൾ കണക്റ്റ് ആവുന്നൊരു സിറ്റുവേഷനിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു പാർട്ട്ണറിനെയാണ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്നതെങ്കിൽ അത് വലിയൊരു ട്രാജഡിയിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, റിജക്ഷൻ എന്ന് പറയുന്ന അവഗണന ഫേസ് ചെയ്യുന്ന സന്ദർഭങ്ങളിൽ നമ്മളെ ആരാണ് അവഗണിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു പേഴ്സണിൽ നിന്ന് മാറുക. ഇൻ കേസ് നിങ്ങളുടെ പാർട്ണർ ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഫാമിലി റിലേറ്റീവ്സ് ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ ബ്ലഡ് റിലേഷൻ ആയിക്കൊള്ളട്ടെ, ആരാണെങ്കിലും ആ ഒരു പേഴ്സണിൽ നിന്ന് നമ്മുടെ മൈൻഡ് കൊണ്ടൊന്ന് അകന്നു കൊടുക്കാം. ഇനി ആരൊക്കെ നമ്മൾ കുറ്റം പറയുന്ന സിറ്റുവേഷൻസ് ഉണ്ട്, ആരൊക്കെ നമ്മളെപ്പറ്റി നെഗറ്റീവ് പറയുന്ന സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും നമ്മൾ ബോദർ ചെയ്യരുത്. ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കരുത്. അവിടെ ഒരു എക്സ്പ്രഷൻ ഇടുന്നില്ല, കാര്യങ്ങൾ പറയുന്നില്ല, ഇനി നമ്മൾ കരഞ്ഞു പിരിച്ച് അവിടെ ചെന്ന് പറഞ്ഞ് നമ്മളെ ന്യായീകരിച്ചോ ഒന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് എന്ത് ചെയ്യുക, മാറി നിൽക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്കൊരു റിജക്ഷൻ നേരിടുന്ന സിറ്റുവേഷൻ. നമുക്ക് മെയിനായിട്ടൊരു പങ്കാളിൽ നമുക്ക് എന്തൊക്കെ കിട്ടണം, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ മാക്സിമം നല്ലത് മാത്രമേ യൂണിവേഴ്സ് കൊണ്ടുവരൂ. അത് മാത്രം നിങ്ങൾ തിങ്ക്